ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ഗൈസ്. റീൽസ് പാർട്ട് ഓൺ ദ വേ ആണ്. അതിന് മുമ്പേ വെൽക്കം ബാക്ക് ടു 5 മിനിറ്റ് ക്രാഫ്റ്റ്. ഗൈസ്, പുറത്തുള്ള ഒരുപാട് ആളുകൾ ഈ വീഡിയോ ചെയ്തിട്ടുണ്ട്, പക്ഷേ കേരളത്തിൽ ചെയ്തിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് കമന്റ് ബോക്സിൽ എന്നിട്ട് കോപ്പി പി എന്ന് പറയുകയാണെങ്കിൽ അമ്മച്ചിയാണെങ്കിലും ഞാനൊന്നും ചെയ്യത്തില്ല. അതുകൊണ്ട് നിങ്ങൾ ദയവ് ചെയ്ത് അങ്ങനെ ഒന്നും പറയരുത്. ജീവിച്ച് പോട്ടടേ. ഓക്കെ, നമുക്ക് വീഡിയോ നടക്കാം. ഓക്കെ, മച്ചാൻ എന്തോ കഴിക്കുകയാണ്. അപ്പോൾ കഴിക്കുമ്പോൾ വായിലോട്ട് എത്തുന്നതിന് മുമ്പേ താഴോട്ട് വീണ് പോവുക. അപ്പം മച്ചാൻ എന്തോ ഒരു സൊല്യൂഷനായിട്ട് വരും. ഓക്കെ, ഒരു ആങ്കർ എടുത്തിട്ടുണ്ട്, ഒരു റബ്ബർ ബാൻഡ് എടുത്തിട്ടുണ്ട്, ഒരു ഗ്ലാസും എടുത്തിട്ടുണ്ട്. ഓക്കെ, വിവരക്കേടിന് കയ്യും കാലും മുളച്ചാൽ ഇങ്ങനെ ഇരിക്കും. ഈ വീഡിയോയുടെ ലൈക്ക് നിങ്ങൾ കണ്ടോ? 2,90,000 ലൈക്ക്. ഇതാരാ ഈ ലൈക്ക് ഇടുന്നേ? അവസാന ഭാഗം നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, ആ ഒരു ഗ്ലാസ് എങ്ങനെയാണ് നിൽക്കുന്നതെന്ന്. എന്നിട്ട് അതിലോട്ട് വീഴുന്നുണ്ടോ ഇല്ല എന്നുള്ളത് നമുക്ക് ഒന്ന് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. എന്തായാലും നമുക്ക് അടുത്ത് കാണാം. എടാ, അങ്ങനെ അല്ലടാ. ഇവനോട് ഞാൻ ഒരു 2-3 മാസം മുമ്പേ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അല്ല അത് കോരി കഴിക്കണ്ടേന്ന്. എന്നിട്ട് ഇവൻ ഇതുവരെ പഠിച്ചിട്ടില്ല. അപ്പോഴേക്ക് അവനെ പോലെ തന്നെ മുഖമുള്ള ഒരുത്തൻ ഒരു ചുറ്റിക എടുത്ത് വരും. എന്നിട്ട് ആ സ്പൂണ് തിരിച്ച് പിടിച്ചിട്ട് അടിച്ച് താഴ്ത്തിയിട്ട് കോരി കഴിക്കുക. ഇതെന്തുവാടാ കഴിക്കുന്നത്? എന്ത് കഴിച്ചാലും ഇവന്മാർ ചെയ്ത് കൂട്ടുന്നൊക്കെ കാണുമ്പോൾ ചിരി വരുന്നുണ്ട് ഗൈസ്. എന്തായാലും നമുക്ക് അടുത്ത് കാണാം. ഓക്കെ, ഈ വീഡിയോയുടെ ടൈറ്റിൽ എന്താണെന്ന് വെച്ചാൽ ഹൗ ടു സ്നീക്ക് ഫുഡ് ഇൻ ജിം എന്നാണ്. നമുക്ക് നോക്കാം എങ്ങനെയായിരിക്കും എന്ന്. ആ പെണ്ണുമ്പിള്ളന്റെ കയ്യിൽ അയാൾ എന്തോ ചിപ്സിന്റെ പാക്കറ്റ് എങ്ങാണ്ട് കണ്ടു. അപ്പോൾ നോ ഫുഡ് ഓർ ഡ്രിങ്ക് ഇൻ ജിം എന്നുള്ള ആ ഒരു പോസ്റ്റർ അവിടെ എഴുതി ഒട്ടിച്ചത് കാണിച്ചു കൊടുക്കുവാണ്. അപ്പോൾ ബാക്കിൽ ഒരു പെണ്ണുമ്പിള്ള വന്നിട്ട് മറ്റേ പെണ്ണുമ്പിള്ളന്റെ ബാക്കിൽ ഫുള്ള് ടാറ്റു അടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് ഇങ്ങനെ വാവ് എന്ന് ആക്കുന്നുണ്ട്. നമുക്ക് നോക്കാം. ഓക്കെ, ആ ചേച്ചീൻ്റെ കയ്യിലുള്ള ഫുഡ് എടുത്ത് വലിച്ചെറിഞ്ഞ ആ ചേച്ചീനെ അങ്ങോട്ട് പറഞ്ഞു അയച്ചു. തൊട്ട് ബാക്കിലുള്ള ചേച്ചിക്ക് അപ്പോഴാണ് ബുദ്ധി വന്നത്. എന്താ നോക്കാല്ലേ? ഒരു കപ്പിൽ ചോക്ലേറ്റ് ഉണ്ട്. ആ ചോക്ലേറ്റ് എന്തോ ഒരു പേന പോലെയുള്ള എന്തോ ഒരു സംഭവത്തിലാക്കിയിട്ട് കയ്യിൽ മുഴുവൻ വരച്ച്. ഫുഡല്ലേ കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുള്ളൂ. ടാറ്റു അടിച്ചാൽ ആരങ്ങോട്ട് കയറാന്ന് പറഞ്ഞിട്ടില്ലേ? യെസ്, ചേച്ചി ട്രാക്ക് മാറ്റി പിടിച്ചു. ചോക്ലേറ്റ് ടാറ്റു ആക്കിയിട്ട് പോവുകയാണ്. ഓ, ജിമ്മിൽ പോയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓ, ചോക്ലേറ്റ് കയ്യിലാക്കി പോയിട്ട് ജിമ്മിൽ പോയിട്ട് ചോക്ലേറ്റ് കഴിക്കുക. ഫുഡ് എങ്ങനെ ജിമ്മിനുള്ളിലോട്ട് കടത്താം? ചോക്ലേറ്റ് എടുത്തിട്ട് ടാറ്റു പോലെ കയ്യിലൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ട് അവിടെ പോയിട്ട് ഇങ്ങനെ നക്കി കഴിക്കുക. ചിപ്സ് മോഡലായിട്ടൊന്നും കൊണ്ടുപോകരുത്. അപ്പോൾ ആർക്കെങ്കിലും അങ്ങനെ എന്തെങ്കിലും കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചോക്ലേറ്റ് ടാറ്റു ആക്കിയിട്ട് കൊണ്ടുപോയാൽ മതി. കയ്യിൽ മാത്രം ആക്കിയാൽ മതി, വേറെ എവിടെ അടിക്കണ്ട. അത് ചിലപ്പോൾ സീനാവും. എന്നാലും എനിക്ക് ഇവന്മാരുടെ ബുദ്ധി പോകുന്ന പോക്കുണ്ടല്ലോ, അത് കണ്ടിട്ട് എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നുന്നു ഗൈസ്. എന്തെങ്കിലും ഒരു കാര്യം റിജക്റ്റ് ചെയ്താൽ അതിനുള്ളൊരു പരിഹാരമായിട്ട് അവർ പെട്ടെന്ന് തന്നെ വന്നിരിക്കും. വിഷമിക്കേണ്ട, അവർ പെട്ടെന്ന് തന്നെ. ഇപ്പോൾ കണ്ടില്ലേ, ഫുഡ് ഒരു സ്ഥലത്തോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല, അതിൻ്റെ പകരം അവർ ചോക്ലേറ്റ് ടാറ്റു ആക്കിയിട്ട് കൊണ്ടുപോവുകയാണ്. സിമ്പിൾ. നമുക്ക് നെക്സ്റ്റ് കാണാം. ഓക്കെ, വേറൊരു പെണ്ണുമ്പിള്ള അവിടെ വന്നിട്ട് ഇതെന്തുവാ ഇത്? നൂഡിൽസ് പോലുള്ള സാധനം അങ്ങനെ തിരിച്ച് കളിക്കണം. അങ്ങനെ തിരിച്ചിട്ടല്ല എടുക്കണം, കോരി ഇങ്ങോട്ട് എടുത്താൽ പോരെ. ഓ, ആ കുരുട്ട് ബുദ്ധിയിൽ എന്തോ ഒരു ഐഡിയ വന്നിട്ടുണ്ട്. നമുക്കെന്താ നോക്കാം.
ഇതെന്തുവാണ് ഇത്? ഇത്രയൊന്നും ഇല്ലായിരുന്നല്ലോ ആ പ്ലേറ്റിൽ. ആ ഒരു ഡ്രില്ലിൻ്റെ ഫുള്ള് നൂഡിൽസ് അല്ലേ അത്? ആ നൂഡിൽസ് ആണ് തോന്നുന്നു. എന്തായാലും എന്തോ ഒരു കഴിക്കുന്ന സാധനമാണ്. അത് ഫുള്ള് ചുറ്റി എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നൂഡിൽസ് കോരിയിട്ട് കിട്ടുന്നില്ലെങ്കിൽ വീട്ടിൽ ഡ്രില്ലുണ്ടോ? ഇല്ലെങ്കിൽ റെൻറ്റിന് എടുക്കുന്ന ഷോപ്പ് ഉണ്ടാവും അടുത്ത്. അപ്പോൾ അവിടെ കണ്ട് പോയിട്ട് ഡ്രില്ല് മേടിച്ച് കൊണ്ടുവരിക, പ്ലഗിൽ കുത്തുക. എന്നിട്ട് നൂഡിൽസ് കിട്ടുന്നില്ലെങ്കിൽ കേട്ടോ, നൂഡിൽസ് അതിൻ്റെ മുകളിൽ ചിലപ്പോൾ സ്ലിപ്പായി കളിക്കും. അപ്പോൾ അത് കിട്ടുന്നില്ലെങ്കിൽ ഡ്രില്ലിൽ ഇങ്ങനെ ചുറ്റി എടുത്തിട്ട് കഴിച്ചാൽ മതി. പൊളിയായിരിക്കും, വേറെ ലെവലായിരിക്കും. നമുക്കെന്തായാലും അടുത്ത് കാണാം. ഓക്കെ, ഒരാളിങ്ങനെ നടന്ന്, ഇതെന്തോ അത്? എന്തോന്ന് കണ്ടല്ലോ. എന്താ അത്? പൂവോ? എന്തോ ഒരു ഇത്തിൾ കണ്ണി പോലുള്ള ഒരു പൂവ് കണ്ടിട്ട് എവിടുന്നോ ചാടി വന്ന് എന്തോ വലിയ എന്തോ സംഭവം കണ്ട പോലെ വന്നിട്ട് അവിടെ ഇരുന്ന് ഫോട്ടോ എടുത്ത് ബാക്കി. ഓ, അവിടെ ഇരുന്ന് ഫോട്ടോ എടുത്തപ്പോഴേക്ക് കാലിൽ മുഴുവൻ ചെളിയായി. ഇപ്പൊ വരും, അടുത്ത ഐഡിയ ഇപ്പൊ വരും. എന്താ സംഭവം നമുക്ക് നോക്കാം. അത് തട്ടിയിട്ട് പോകുന്നില്ല. ആ ബുദ്ധി വന്നിട്ടുണ്ട്. എന്റെ പൊന്നടാവേ, ഇവന്മാരൊക്കെ സമ്മതിക്കണം കേട്ടോ. ചളിയായി കഴിഞ്ഞാൽ പാൻറ്റിൻ്റെ ആ ഭാഗം അങ്ങോട്ട് കീറിക്കളയും. നിങ്ങൾ കുറച്ച് കാലം മുമ്പൊക്കെ കണ്ടിട്ടില്ലായിരുന്നു ഈ കീറി തൂങ്ങി പറഞ്ഞ പാൻറ്റൊക്കെ ഇട്ട് പോകുന്നത്? ഞാൻ ഇപ്പോൾ ഇടാറുണ്ട്, അത് വേറെ കാര്യമോ. ഇടയ്ക്കിടയ്ക്ക് ഇടാറുള്ളേ, ഫുൾ ടൈം ഇടാറൊന്നുമില്ല, ഇടയ്ക്കിടയ്ക്ക്. അതും ദൂരോട്ട് പോകുമ്പോഴൊന്നും ഇടില്ല. അപ്പോൾ അതെന്താ സംഭവം എന്നറിയോ? ഒന്നെങ്കിൽ വണ്ടിയിൽ നിന്ന് വീണതായിരിക്കും, അല്ലെങ്കിൽ ചളിയായിട്ട് കീറിക്കളഞ്ഞായിരിക്കും. ഓക്കെ ഗൈസ്, നമ്മൾ 5 മിനിറ്റ് ക്രാഫ്റ്റ് ഇത്രേ ഉള്ളൂ. 5 മിനിറ്റ് ക്രാഫ്റ്റും ട്രൂം ഒക്കെ ഉണ്ട്. അതിലുള്ള മ്യൂസിക്കും കാര്യങ്ങളൊന്നും ഞാൻ യൂസ് ചെയ്യാതിരുന്നത്. ഞാൻ എൻ്റെ മ്യൂസിക് എടുത്തിട്ട് അത് കോപ്പിറൈറ്റ് കിട്ടുന്നുണ്ട് ഗൈസ്. കോപ്പിറൈറ്റ് റിമൂവ് ആയി പോവാണ്. അതുകൊണ്ടാണ്. ക്ലൈം ചെയ്യണമെങ്കിൽ നമുക്ക് പ്രശ്നമില്ല, ക്ലൈം ആണെങ്കിൽ പോട്ടെ എന്ന് വെക്കും. ബട്ട് റിമൂവ് ആയി പോയ പണിയാണ്. അതുകൊണ്ടാണ് അത്രയും ദിവസം കഷ്ടപ്പെട്ടിരുന്ന് ചെയ്ത വീഡിയോ അത് റിമൂവ് ചെയ്ത് പോയാൽ പിന്നെ ഭയങ്കര സങ്കടം. അതുകൊണ്ടാണ് ഗൈസ് ഞാൻ ആ മ്യൂസിക് ഒക്കെ കട്ട് ചെയ്തത്. ഓക്കെ, അപ്പോൾ കോപ്പി പി എന്ന് പറഞ്ഞ് വരരുത് പ്ലീസ്. ഇതാരും ഇവിടെ അടുത്താരും ചെയ്തിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കേരളത്തിന് പുറത്ത് പലരും ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു കിടിലൻ വീഡിയോ ആയിട്ട് കാണാം. പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാൻ മറക്കരുത്, ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു കിടിലൻ വീഡിയോ ആയിട്ട് കാണാം. അതിലേക്കും ബൈ.